ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ മേടിക്കുമ്പോൾ ഇതേപോലത്തെ ഉരുളക്കിഴങ്ങ് തന്നെ മേടിക്കാം കേട്ടോ. എങ്കിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാനിപ്പോൾ അത്യാവശ്യം കടയിൽ പോയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള 2 ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചെടുത്തതാട്ടോ. അപ്പോൾ ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ട കാര്യം, വളരെ തിന്നാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു കിഴങ്ങ് നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഇതേപോലെ കണ്ടില്ലേ, നമ്മുടെ കത്തി വെച്ച് കഴിഞ്ഞാൽ വളരെ നൈസായിട്ട് നമ്മളെ കത്തി ഈ ഒരു കിഴങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന രീതിയിൽ വേണം, അത്രയും തിന്നാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുക. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വളരെ തിന്നാക്കിയിട്ട് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടില്ലേ, ഇത്രയും തിന്നാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം എടുക്കുന്നത്. നമ്മുടെ കത്തി ഈ ഒരു കിഴങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കാണും വിധത്തിൽ കനം കുറച്ചിട്ട് എടുക്കുക. അതുപോലെ ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിന്നാക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളം. അപ്പം ഞാനിതാ ഇതേപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. നല്ല ഐസ് വെള്ളം തന്നെ എടുക്കട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു കിഴങ്ങിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ഒന്ന് കളഞ്ഞെടുക്കണം. ഒത്തിരി സമയമൊന്നും വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോവാത്ത രീതിയിൽ എടുക്കുക. അതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പം നമ്മളെല്ലാ കിഴങ്ങും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറച്ച് വലിയ പാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു നല്ലൊരു കോട്ടൻ്റെ തുണി നമ്മൾ വിരിച്ചു കൊടുക്കുക. ഇതേപോലെ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കിഴങ്ങ് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഇത് വീണ്ടും ഇതേപോലെ ഇതിൻ്റെ മീതൊക്കെ ഈ ഒരു തുണി ഒന്ന് ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഈ ഒരു വെള്ളം ഇതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇതേപോലെ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ഈ ഒരു കിഴങ്ങ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം. ഇതാ ഞാനിതേപോലെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഒരു പൂരി സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വറുത്ത അരിപ്പൊടി, അതേ സെയിം കപ്പിൽ തന്നെ നമ്മളിവിടെ കടലപ്പൊടി 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനോടൊപ്പം തന്നെ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല. ഞാനിപ്പോൾ ഇവിടെ മീറ്റ് മസാലയാണ് എടുക്കുന്നത്. ചിക്കൻ മസാലനെക്കാട്ടും കുറച്ചും കൂടെ ഫ്ലേവർ കൂടുതൽ നമ്മുടെ മീറ്റ് മസാലക്കാട്ടാം. മീറ്റ് മസാല എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും കയ്യിലില്ലാത്തവർക്ക് ഗരം മസാല എടുക്കാം. ഇനി ഞാനിതാ വളരെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കായത്തിൻ്റെ പൊടി ഒരല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക് ഇത്രയും നമ്മൾ ചതക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ.
അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ്, ഇതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലില്ല, കഴിഞ്ഞിരിക്കുകയാണ്. ഉള്ളവർ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കുക, അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒട്ടും കട്ടില്ലാതെ ജസ്റ്റ് നമുക്കിതൊന്ന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. വിസ്ക് വെച്ച് കലക്കണവർക്ക് വിസ്ക് വെച്ചിട്ട് തന്നെ കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കലക്കിയെടുക്കട്ടെ. ഇതാ ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മളിത് കലക്കിയെടുക്കുക. നമ്മുടെ ഈ ഒരു കിഴങ്ങിൽ ഈ ഒരു മാവ് പറ്റിയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതാ ഞാനിവിടെ പൊരിച്ചെടുക്കാനായിട്ടുള്ള എണ്ണ നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതാ ഞാനിതേപോലെ ഇങ്ങനെ നമ്മൾ മാവിലൊന്ന് മുക്കി ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇടാം. ഒരു വശം തിരിച്ചിട്ടതിന് ശേഷം വേണം നമുക്കിത് മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോഴാണിത് പൊന്തി വരുള്ളൂ കേട്ടോ. ഒരു വശം തിരിച്ചിട്ടതിന് ശേഷം ഇത് പൊന്തി വരുള്ളൂ. അതാ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു കിഴങ്ങ് ഇവിടെ റെഡിയായി. ഒരു വശം റെഡിയാവുമ്പോൾ നമുക്കൊരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പൂരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. അതേപോലെ അവരുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.